ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിലയേറിയ സമയം നാം ദൈവത്തിൻ്റെ വചനം നാം ചിന്തിക്കുകയായിരുന്നു. എന്നാണ് നാം ചിന്തിച്ചത്? ദൈവം എപ്പോഴും കർത്താവിനോട് കൂടെ, ഓൾവേസ് വിത്ത് ജീസസ്. നമ്മൾക്കെല്ലാം ഒരു ആഗ്രഹമുണ്ട്, നമ്മുടെ സമയങ്ങൾ നമുക്ക് എപ്പോഴും കർത്താവിനോട് ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ, കർത്താവിന് തക്കതായ മഹത്വം കൊടുക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിയിരുത്തി കർത്താവിനെ ഉയർത്തുവാൻ എപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അനേക ദൈവങ്ങൾക്ക് അത് സാധിക്കുന്നില്ല. ഈ തിരക്ക് നിറഞ്ഞ ജീവിതത്തിൽ, അനേക പോരാട്ടങ്ങളും പ്രയാസങ്ങളുമുള്ള ജീവിതത്തിൽ നമുക്കാർക്കും അതിനുള്ള വ്യക്തതയോടുകൂടി അതിനുള്ള സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി വ്യാകുലപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞ പോലെ, നാം മറ്റുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. നമുക്കറിയാത്ത ഒരു കാര്യം മറ്റുള്ളവരെ പറ്റി കേട്ടാൽ അത് മറ്റുള്ളവർ പറഞ്ഞു നടന്ന് അവരെ ദുഃഖിപ്പിക്കാൻ സാധിക്കത്തില്ല. മറ്റുള്ളവരെ കുറിച്ച് അസൂയ, കുന്നായ്മ ഒന്നും പറഞ്ഞു നടക്കാൻ പാടില്ല. എന്നറിയാമോ? ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം എല്ലാവരും ഇരിക്കുന്നൊരു ദിവസമാണ്. അത് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ എല്ലാ വാക്കിനും കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസം. ആ ദിവസം വളരെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നമുക്കറിയാം, നാം പുതിയ നിയമം തുടങ്ങുന്ന മത്തായി എഴുതിയ സുവിശേഷത്തിലാണ്. ആ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ആരംഭിക്കുന്ന തന്നെ ദൂതൻ പറയുകയാണ്, ഇവന് യേശു എന്ന് പേരിടണം, ഇവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കണം. എന്താണ് ഇമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം? അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം നമ്മോട് കൂടെ. ഇവൻ യേശു എന്ന് പേരാണ്. ആ യേശുവിൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അങ്ങനെയാണ് മത്തായി സുവിശേഷം ആരംഭിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ എഴുതിക്കുന്നതാണ്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഞാനോ ലോകസഭാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള വാക്തവചനം. അപ്പോൾ മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് ദൈവം നമ്മോട് കൂടെ. അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ പറഞ്ഞിട്ടുള്ള വേറെ ഏതെങ്കിലും ദൈവങ്ങളുണ്ടോ? ഏകരക്ഷിതാവ്, ഏകമധ്യസ്ഥൻ ആയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നമ്മെ ശക്തനാക്കുന്നതിനായി നമ്മുടെ കർത്താവിനെ ആശ്രയിച്ച് ഏത് പ്രതിബന്ധങ്ങളെ തകർക്കുവാൻ കഴിയുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാം ആശ്രയിക്കുമ്പോൾ, അവനെ നാം ശരണപ്പെടുമ്പോൾ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ആ ശക്തി എനിക്ക് മതി. ഈ ലോകത്തിൽ ജീവിപ്പാൻ, ഈ ലോകമോഹങ്ങളെ ത്യജിക്കുവാൻ എനിക്ക് ആ ശക്തി മതി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന കാലം മുതൽ എപ്പോഴും അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജനം എന്നോടുകൂടെ വസിക്കണം, അവർ എപ്പോഴും എന്നോടുകൂടെ ആയിരിക്കണം. നാം എത്ര പേർ അതിൽ സമയം ചെലവഴിക്കുന്നുണ്ട്? നാം എത്ര പേർ കർത്താവിൻ്റെ സന്നിധിയിൽ, പ്രാർത്ഥനയിൽ, ദൈവവചന വായനയിൽ ഒക്കെ സമയം ചെലവഴിക്കുന്നുണ്ട്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ രൂത്തിൻ്റെ പുസ്തകം എടുത്ത് വായിക്കണം. രൂത്തിൻ്റെ പുസ്തകം വെറും 4 അധ്യായമേ ഉള്ളൂ. ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് സമയം എടുക്കുകയാണെങ്കിൽ അത് വ്യക്തമായിട്ട് ഇരുന്ന് ധ്യാനിക്കുവാനും വായിക്കുവാനും സാധിക്കും. അതിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്ത ഓരോ വിധങ്ങൾ, രൂത്തിൻ്റെ ആ സന്ദർഭങ്ങളിൽ. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ ആകെ 2 സഹോദരിമാരുടെ പേര് വെച്ച് 2 പുസ്തകങ്ങളേ ഉള്ളൂ. ഒന്ന് രൂത്തും ഒന്ന് എസ്തേറും. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? ഒരാള് യഹൂദ വംശവും ഒരാള് ജാതി വംശവും. രൂത്ത് ജാതി വംശത്തിൽ വന്നപ്പോൾ എസ്തേർ യഹൂദ വംശത്തിൽ നിന്ന്. 2 പേർക്കും ഒരേപോലെ താരതമ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് കാണിക്കുന്ന 2 പുസ്തകങ്ങൾ. നിങ്ങൾക്ക് ഇതൊക്കെ സമയം കിട്ടുമ്പോഴെടുത്ത് വായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ നന്മകൾ നിരവധിയാണ്, അനവധിയാണ്. എന്തൊക്കെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനൂടെ ആയിരുന്നപ്പോൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം,
നാം എല്ലാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം മരിച്ചവരായിരുന്ന നമ്മെ അവൻ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, കർത്താവിനോടുകൂടെ ജീവിപ്പിച്ചു. നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, മുമ്പേ നാം ദൈവമില്ലാത്തവരായിരുന്നു, നാം ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ അഴിഞ്ഞു പോകുന്നവരായിരുന്നു, നാം ജാതികളെ പോലെ ആയിരുന്നു. അവിടെ നല്ല നമ്മളെ കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. എത്ര വലിയ ഭാഗ്യ പദവിയാണ്. എൻ്റെ ഈ ഓൺലൈനിൽ കൂടി ശ്രദ്ധിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തും ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ, എന്തെങ്കിലും പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരുന്ന് നിങ്ങളുടെ പാപങ്ങളെ കൺഫസ് ചെയ്ത് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ മനസ്സർപ്പിച്ച് അവനെ രക്ഷിതാവെന്ന് സ്വീകരിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അനേക അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. അനേക അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നാം വസിക്കുമ്പോൾ നമുക്ക് രൂപാന്തരം പ്രാപിക്കും. നമുക്ക് അവനോട് കൂടി ഇരുന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ സാധിക്കും. അവനോട് കൂടി നമുക്ക് സാക്ഷിക്കുവാൻ സാധിക്കും. അവന്റെ മഹത്വം അവനോടുകൂടെ കാണുവാൻ സാധിക്കും. നാം പരീക്ഷയിൽ അകപ്പെടുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് ഗെത്സെമനിലായിരുന്നപ്പോൾ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ. നിങ്ങൾക്കറിയുമോ, ഉണർന്നിരുന്ന് നാം എന്തെങ്കിലും പ്രയാസത്തിൽ കടന്നു പോകുമ്പോൾ നാം രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നാം സമയം ചെലവഴിക്കണം. കർത്താവിൻ്റെ വചനം ധ്യാനിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിടുതൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ വരുന്ന വിജയങ്ങൾ, ഏത് ശത്രുവും നമ്മളെ അടുത്തോട്ട് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ ആ ശത്രു ഛിന്നമായി പോകും. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. പ്രിയ ദൈവമക്കളെ, നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം അതിന് 36 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവാൻ. സദാകാലത്തും. ഇന്ന് പ്രാർത്ഥനയിൽ അനേക വിശ്വാസ കുടുംബങ്ങൾ പുറകോട്ടാണ്. കുടുംബ പ്രാർത്ഥനയില്ല. എന്തുകൊണ്ട് കുടുംബ പ്രാർത്ഥനയില്ല? സമയമില്ല. എല്ലാവർക്കും ബാക്കി എല്ലാ കാര്യത്തിലും സമയമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ അല്പസമയം ഇരിക്കുവാൻ, പാട്ടുകൾ പാടുവാൻ, വചനം വായിപ്പാൻ കുടുംബങ്ങളിൽ സമയമില്ല. ശത്രു കയറി കുടുംബത്തെ ഛിന്നമാക്കി മാറ്റും. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 36 വാക്യം എടുത്ത് വായിക്കണം. സദാകാലത്തും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അത് കഴിഞ്ഞിട്ട് 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 4 അധ്യായം 17 വാക്യത്തിൽ വായിക്കുകയാണ്, നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അവിടെ എഴുതിയിരിക്കുന്ന ആ 5-6 വാക്യങ്ങൾ ആശ്വാസ വചനങ്ങളാണ്. നമ്മുടെ പ്രത്യാശ അതാണ്. നാം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, ഇന്ന് നാം മാറ്റപ്പെട്ടാൽ, ഇന്ന് നിന്റെ നിത്യത എവിടെന്ന് ചോദിച്ചാൽ നമുക്ക് സ്പഷ്ടമായി ധൈര്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി പറയുവാൻ സാധിക്കണം, ഞാൻ ഇന്ന് വിട്ടുപിരിഞ്ഞാൽ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ വസിക്കും. ഞാൻ എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും സാധ്യമല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിരിഞ്ഞ് ഈ ഭൂമിയിൽ നമുക്കൊന്നും നേടുവാൻ സാധിക്കത്തില്ല. ആരെങ്കിലും അതിന് മുതിരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിൻ്റെ നാശം, അതിൻ്റെ അവസാനം നാശത്തിലായിരിക്കും. അതിൻ്റെ അവസാനം വലിയ അനർത്ഥത്തിലായിരിക്കും. നിങ്ങളെ തന്നെ കരുതിക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ എപ്പോഴും വസിപ്പാൻ. അതാണ് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ഞാൻ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നിങ്ങൾ ആരിലാണ് നിങ്ങൾ ശക്തിയെ കണ്ടെത്തുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണോ? ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുമ്പോൾ, ആ കർത്താവായ യേശു നിങ്ങൾ ശക്തി നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പോരാട്ടങ്ങളും എഴുതി വെച്ചിരിക്കുകയാണ്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് നന്നായി നല്ല നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വചനം ധ്യാനിപ്പാൻ സഹായിച്ചു. കർത്താവേ, എന്നെ കേൾക്കുന്ന അനേകായിരങ്ങൾ, യൂട്യൂബിലൂടെ കേൾക്കുന്ന അനേക ആളുകൾ, കർത്താവേ, അവർ വചനം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൊരു മാറ്റം സംഭവിപ്പാൻ, കർത്താവിനെ ആശ്രയിപ്പാൻ, കർത്താവിന് നന്ദി കരയേറ്റുവാൻ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ അനേക പ്രയാസങ്ങളും പ്രതികളുമാണ്. ലോകമോഹങ്ങളിലും ഞങ്ങൾ വീഴാതെ കർത്താവിനെ മാത്രം ആശ്രയം വെച്ച് പ്രത്യാശ ജീവിപ്പാൻ സഹായിക്കണമേ. കേൾക്കുന്ന ആരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളിൽ പ്രശ്നമുണ്ട്, കർത്താവെ
അങ്ങവരോട് സംസാരിക്കണമേ. എല്ലാ പൈശാചികപ്പുറങ്ങൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൊണ്ട് നിറച്ചാട്ട് അങ്ങ് എല്ലാ മഹത്വവും ഞങ്ങൾ കരയേറ്റുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. സ്തോത്രം.